അവനോടല്ലേ ശരത്ത്? ഇല്ലല്ലോ സാറേ. എവിടെ പോയി? ആശുപത്രിയിലായിരിക്കും, അമ്മയുടെ അടുത്ത്. ഞാനവിടെ പോയതാണല്ലോ, പക്ഷെ അവനോട് ഇല്ല. എന്നാ എനിക്ക് അറിയത്തില്ല സാറേ. ഓ, എന്താ സാർ വന്ന കാലത്തിന് നിന്ന് കളഞ്ഞു? വരും. ഇരിക്കാനൊന്നും സമയമില്ല ദേവിക. ഞാൻ ശരത്തിനെ അന്വേഷിച്ചു വന്നത്. എന്റെ ഒരു ഭാഗ്യക്കേട് നോക്കണേ, അവൻ ഇവിടെ ഇല്ല. ആരും അറിഞ്ഞില്ലെന്ന്? അവനകത്തുണ്ടല്ലോ. അപ്പോ മുത്തശ്ശി ഇല്ലെന്ന് പറഞ്ഞതോ? മുത്തശ്ശിക്ക് അറിയില്ലായിരുന്നു ശരത്ത് ഇവിടെ ഉള്ള കാര്യം? ഇല്ല, ഞാൻ കരുതിയത് അവൻ പുറത്താണെന്നാ. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ പറയുവോ? മുത്തശ്ശി ആള് കൊള്ളാലോ. ഈ മനഃപൂർവ്വം നുണ പറഞ്ഞാലുള്ള ശിക്ഷ എന്താണെന്ന് അറിയോ? അയ്യോ എന്റെ പൊന്നു സാറേ, എന്നെ ഒന്നും ചെയ്യല്ലേ. ഒരബദ്ധം പറ്റിപ്പോയതാ. ഇത്തവണത്തേക്ക് ക്ഷമിക്കണം, ഇനി ആവർത്തിക്കില്ല. ആവർത്തിച്ച എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ആ ദേവിക സൂചിപ്പിച്ച സംശയങ്ങൾ മുഴുവനും ഞാൻ ശരിക്കും അന്വേഷിച്ചു. എല്ലാം വന്നു നിൽക്കുന്നത് ഈ ഒറ്റ ഒരുത്തനില്ല. അതാ ഒന്നുകൂടി ഒന്ന് ചോദ്യം ചെയ്യാമെന്ന് വിചാരിച്ചത്. അത് ശരി. അപ്പൊ നീയാണല്ലേ ഇതിന്റെയൊക്കെ പിന്നില്? സാറേ, ദേ ഇവള് പറയുന്ന ഒന്നും വിശ്വസിക്കരുത്. ഇവൾക്ക് അവനോട് പകയുണ്ട്. അത് തീർക്കാൻ നോക്ക അവള്. ശരത്ത് മോനൊരു പാവ സാറേ. പാവമാണോ പാവയ്ക്കാണോന്നൊക്കെ സാറ് കണ്ടുപിടിച്ചോളൂ. മുത്തശ്ശി, വെറും ഊഹാപോഹങ്ങളുടെ പേരിൽ ഞാൻ ആരെയും അറസ്റ്റ് ചെയ്യില്ല. പക്ഷെ തെളിവുണ്ടെങ്കിൽ അതേത് കൊമ്പനായാലും ഞാൻ പൊക്കിയിരിക്കും. ഇപ്പോ അന്വേഷണം നടക്കുന്നില്ലേ ഉള്ളൂ. അതിന്റെ ഭാഗമായിട്ടാ ഈ വരവും ചോദ്യം ചെയ്യലും ഒക്കെ. എന്റെ ചോദ്യം ചെയ്യലുമായിട്ട് സഹകരിച്ചില്ലെങ്കിൽ ഞാൻ അവനെ പൊക്കും. സഹകരിക്കും സാറേ, അവൻ നിരപരാധിയല്ലേ. പിന്നെന്താ സഹകരിച്ചാല്? മോളെ ചെന്ന് വിളിച്ചോണ്ട് വാ. സാറ് വിളിക്കുന്നു പറ. ചെല്ലു മോളെ, ഇപ്പൊ വിളിച്ചോണ്ട് വരും. പിന്നെ സാറേ, അറസ്റ്റ് ഒന്നും ചെയ്യല്ലേ. അതൊക്കെ ഈ ചോദ്യം ചെയ്യൽ കഴിഞ്ഞാലേ പറയാൻ പറ്റൂ. അറസ്റ്റ് ചെയ്യാനും ചെയ്യാതിരിക്കാനുമുള്ള സാധ്യതയുണ്ട്. അത് ശരത്തിന്റെ ഭാഗ്യം പോലെ ഇരിക്കും. നീ ഇവിടെ നിൽക്കാണോ? എന്ത്? നീ ഭയങ്കര ഫേമസ് ആയി പോയി തോന്നുന്നു. അല്ല, വലിയ വലിയ ആളുകളൊക്കെ ആണല്ലോ കാണാൻ വരുന്നത്. ആണുങ്ങളായാലും അങ്ങനെയാടി, പലരും വരും. ചെല്ലുമ്പോഴേ നല്ല ഏതെങ്കിലും ഉടുപ്പിട്ടോണ്ട് ചെല്ലണേ. ആ വഴിക്ക് പിടിച്ചോണ്ട് പോയാലും പിന്നെ വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ. പിടിച്ചോണ്ട് പോകാനോ? ആ അതെ, ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥനാ നിന്നെ കാണാൻ വന്നിരിക്കുന്നത്. നിന്നൊന്ന് ചോദ്യം ചെയ്യണമെന്ന്. ഞാനിവിടെ ഉണ്ടെന്ന് പറഞ്ഞു. മുത്തശ്ശി പറഞ്ഞില്ല, ഞാൻ പറഞ്ഞു. ഞാനത് പറഞ്ഞില്ലായിരുന്നെങ്കിലേ മുത്തശ്ശിയുടെ വാക്കം വിശ്വസിച്ച് സാർ തിരിച്ചു പോയനെ. ഭാഗ്യത്തിന് ആ സമയത്ത് തന്നെ ഞാനവിടെ എത്തി. നിന്നോട് ആരാടി പറഞ്ഞേ ഞാനിവിടെ ഉണ്ടെന്ന് പറയാൻ? എന്റെ പേരിലുള്ള ഈ വീട് നിനക്ക് ഒളിച്ചു താമസിക്കാനുള്ള സ്ഥലമല്ല, മനസ്സിലായോ? എന്താ നിനക്ക് പേടിയുണ്ടോ സാറിന്റെ മുന്നിൽ ചെല്ല? ഞാനെന്തിനാ പേടിക്കുന്നത്? അതിന് ഞാനത് തെറ്റ് ചെയ്തത്. തെറ്റൊന്നും ചെയ്തില്ലെങ്കിലേ പിന്നെ എന്താ നിന്റെ ശരീരം കിടന്ന് വിറയ്ക്കുന്നു? എപ്പോ വെറുതെ മണ്ടത്തരം പറയല്ലേ മോനെ. നിന്നെ മിക്കവാറും അയാൾ കൊണ്ടുപോകും. അതിനുള്ള തെളിവൊക്കെ അയാളുടെ കയ്യിലുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. എന്റെ ഒരു രോമത്തിൽ തൊടാൻ പോലും അയക്കാൻ പറ്റത്തില്ല. പിന്നെ ഞാൻ നേരത്തെ അങ്ങനെയൊക്കെ പറഞ്ഞു, അത് പേടിച്ചിട്ടൊന്നുമല്ല. അമ്മയുടെ അടുത്ത് എനിക്ക് ഉടനെ എത്തണം, അതുകൊണ്ടാണ്. ഓ, അമ്മ അത്രയ്ക്ക് സ്നേഹിക്കുന്ന ഒരു മോൻ കൊന്നു കളയാൻ വല്ല ഗ്യാപ്പ് ഉണ്ടോ നോക്കാനല്ലേ ഏത് നേരം നീ അവിടെ പോകുന്നത്? അവിടൊക്കെ CCTV ഉണ്ടേ.
എന്തെങ്കിലും അബദ്ധം കാണിച്ചാലേ നീ കൊടുങ്ങും. എന്റെ അമ്മയെ ഞാൻ കൊല്ലുമെന്നോ? എങ്ങനെ പറയാൻ തോന്നി നിനക്ക്? ഇനി ഒരിക്കൽ കൂടി ആവർത്തിച്ചോണ്ടല്ലോ. ആവർത്തിച്ച നീ എന്തോ ചെയ്യും? ഞാൻ ഇനിയും പറയും. എനിക്ക് നിന്നെ സംശയമുണ്ട്. ആ സംശയം മാറണമെങ്കിലേ നീ ചാവണം. പോലീസുകാർ കൊണ്ടുപോയാലും അധികകാലം നിനക്ക് അകത്ത് കിടക്കേണ്ടി വരില്ല. ഞാൻ പുറത്തിറക്കും, എന്നിട്ട് തട്ടിക്കളയും. അമ്മയൊന്ന് തിരിച്ചു വന്നോട്ടെ, അതോടെ നീ തീരോടാ.